സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം ഓപ്ഷനിലേക്ക് പോവുക. ഹായ് എവറി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് LDC പരീക്ഷയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് പഠിച്ചു പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, അതായത് IT-യിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്ന 5 ക്വസ്റ്റ്യൻസ്, IT-യിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് LDC പരീക്ഷയിൽ വരാൻ പോകുന്നത് അല്ലേ. ആ 5 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകുന്ന രീതിയിലുള്ള ടിപ്പുകളും നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇമെയിലുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരി? അതെയല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം ഓപ്ഷനിലേക്ക് പോവുക. നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, പക്ഷേ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ പോവുകയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ കിടക്കുന്നത്? അയക്കാനും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളെയാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു തവണ വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും, ഓക്കെ, ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണെന്ന്. പിന്നീട് നമ്മൾ ഒരു തവണയും കൂടെ വായിക്കുമ്പോൾ ആലോചിക്കും ഇത് ശരിയാണോ. പിന്നീട് 3 തവണയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിക്കണമെന്നാണല്ലേ. പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണോ അല്ല അല്ലേ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ചോദിച്ചു നോക്കിക്കേ. അയക്കാനും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളെയാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. ഞാൻ മെയിൽ അയക്കാൻ വേണ്ടി ഒരുങ്ങി മെയിൽ അയക്കാനുള്ള കണ്ടന്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു എനിക്കിത് പിന്നീട് അയച്ചാൽ മതി എന്ന് കരുതി ഞാൻ അത് സേവ് ചെയ്തു. ആ സേവ് ചെയ്ത് വെക്കുന്ന മെയിലുകൾ ഏത് ഫോൾഡറിലേക്കാണ് പോകുന്നത്? അതായത് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ അയക്കാനിരിക്കുന്ന മെയിലുകൾ പോകുന്നത് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ്. അതായത് ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? അയക്കാനും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകൾ എന്നാ. അതായത് നമ്മളിപ്പോൾ ഒരു മെയിൽ അയച്ചു, നമ്മൾക്ക് ചെറിയ സാങ്കേതിക തകരാറ് മൂലമോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇഷ്യൂ മൂലമോ ആ മെയിൽ പോയില്ല. അങ്ങനെ ട്രാൻസ്ഫർ ആകാത്ത മെയിലുകൾ ഏത് ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുന്നത്? ഇൻബോക്സ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുന്നത് അല്ലേ. ഇൻബോക്സ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിനു യോജിച്ചതാണ്? ഇൻബോക്സ് എന്ന് പറയുന്ന ഫോൾഡറിനോട് യോജിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരിക്കലും ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്ന ഫോൾഡറിനോട് യോജിച്ചതാണോ? അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. അതല്ലേ, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിക്കതും ചോദിച്ചിട്ടുള്ളതാണ് BCC എന്താണ്, CC എന്താണെന്ന്. അതുപോലെ തന്നെ എന്താണ് ഇൻബോക്സ്, ഡ്രാഫ്റ്റുകൾ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻസ് നിരവധിയായിട്ട് ചോദിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം എന്താ, BCCയുടെ ഫുൾ ഫോം ആണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, BCCയുടെ ഫുൾ ഫോം ആണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. എന്തിനാ BCC യൂസ് ചെയ്തത്? നമ്മളിപ്പോൾ ഒന്നിലധികം ആളുകൾക്ക് മെയിൽ അയക്കുകയാണ്. ഞാനിപ്പോൾ ABC എന്ന് പറയുന്ന ഈ 3 ആളുകൾക്ക് മെയിൽ അയച്ചു. ഞാൻ മെയിൽ അയക്കുമ്പോൾ ആദ്യം എക്ക് ഈ 3 പേർക്കും ഞാൻ അയക്കുന്നത് സെയിം മെയിൽ തന്നെ ആയിരിക്കും. ഈ 3 വ്യക്തികൾക്കും ഞാൻ സെയിം മെയിൽ അയച്ചു. കരുതുന്നത് എക്ക് മാത്രമാണ് ഈ മെയിൽ ID കിട്ടുന്നത്, എക്ക് മാത്രമാണ് ഈ മെയിൽ കിട്ടുന്നതായിരിക്കും. കാരണം എന്തുകൊണ്ടാ? ബിയുടെയും സിയുടെയും മെയിൽ അഡ്രസ്സ് അവിടെ ബ്ലൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, കരുതും എക്ക് മാത്രമാണ് ഈ ഒരു മെയിൽ അഡ്രസ്സ് കിട്ടുന്നതെന്ന്, ബി കരുതും ബിക്ക് മാത്രമാണ് കരുതുന്നത്. അതാണ് BCCയുടെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ BCCയുടെ പ്രത്യേകത എന്താ? ഒരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബ്ലൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വേറൊരു മെയിൽ അയക്കുന്ന മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് അറിയില്ല ഇത് ആരുടെയൊക്കെ മെയിൽ ID ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകും. അതെല്ലേ, നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്? നമ്മുടെ റെസ്യൂമേ നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട്, നമ്മുടെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട് അല്ലേ. ഒന്നിലധികം ഡോക്യുമെന്റ്സിൽ നമ്മൾ ഒരു
മെയിൽ അയക്കുമ്പോൾ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റും വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അല്ലേ? BCC എന്ന ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. ഇത് ശരിയായ ഒരു പ്രസ്താവനയാണ്. കാരണം ഒന്നിലധികം പേർക്ക് ഇമെയിൽ അയക്കുമ്പോൾ പരസ്പരം ഇമെയിൽ ബന്ധങ്ങൾ കാണാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഓർത്തു വെക്കുക, എയ്ക്കും ബിക്കും സിക്കും നമ്മൾ മെയിൽ അയക്കുമ്പോൾ എ കരുതും എയ്ക്ക് മാത്രമാണ് കിട്ടുന്നതെന്ന്. അങ്ങനെ ഒരു ഓർത്തു വെക്കണേ. അടുത്ത എന്താ? ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോവാണ് എന്നൊരു എക്സാമ്പിൾ ഓർത്തു വെക്കുക. ജോബിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മുടെ റെസ്യൂമെ നമ്മൾ അറ്റാച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യും. നമ്മുടെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യും അല്ലെ? ഒന്നിലധികം ഡോക്യുമെന്റ്സുകൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എന്ത് പറ്റും? നമുക്ക് മെയിൽ അയക്കുമ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഈ ഒരു മെയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പിന്നെയും അധികം ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് എന്താണ് CC എന്ന് പറയുന്നത്. CC എന്താ? കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. ഓക്കെ, CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. CCയുടെ പ്രത്യേകത എന്താ? CCക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാനൊരു മെയിൽ അയച്ചു, എയ്ക്കും ബിക്കും സിക്കും വീണ്ടും മെയിൽ അയച്ചു. എയ്ക്ക് അയക്കുന്ന മെയിൽ തന്നെ ആയിരിക്കും ബിക്ക് അയക്കുന്നത്, അത് തന്നെ ആയിരിക്കും സിക്ക് അയക്കുന്നത്. പക്ഷെ എയ്ക്ക് മനസ്സിലാകും എയ്ക്ക് കിട്ടിയിരിക്കുന്ന മെയിൽ ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, കൺഫ്യൂഷൻ അല്ലല്ലോ. എയ്ക്ക് മനസ്സിലാകും. ഇപ്പൊ ഞാൻ BD CD മെയിൽ അഡ്രസ് ആർക്ക് വരും? എയ്ക്ക് കാണാൻ സാധിക്കും. അതാണ് CCയുടെ ഒരു പ്രത്യേകത. CCക്ക് അവിടെ ബ്ലൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ BCC എന്തായിരുന്നു? അവിടെ ബ്ലൈൻഡ് കാർബൺ കോപ്പി ആണല്ലേ? കാരണം അവിടെ ബ്ലൈൻഡ് ചെയ്യുന്നുണ്ട്. എയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ എ കരുതും എയ്ക്ക് മാത്രമാണ് കിട്ടിയതെന്ന്. പക്ഷെ CCയിലേക്ക് വരുമ്പോഴോ എയ്ക്ക് അയക്കുന്ന അതേ കോപ്പി തന്നെ ആർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്ന് എയ്ക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു പോവുക. ഇത് ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? മെറ്റാഡേറ്റ, സ്ക്രിപ്റ്റുകൾ, സ്റ്റൈൽ എന്നിവ കണ്ടെത്താൻ HTML ടാഗിൽ ഏതാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മെറ്റാഡേറ്റ, സ്ക്രിപ്റ്റുകൾ, സ്റ്റൈൽ എന്നിവ കണ്ടെത്താൻ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നേ എന്താണ് മെറ്റാഡേറ്റ നമ്മൾ അറിഞ്ഞിരിക്കണം. മെറ്റാഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡേറ്റ എബൌട്ട് ഡേറ്റാനെയാണ് പറയുന്നത്. ഡേറ്റ എബൌട്ട് ഡേറ്റ എന്നാണ് നമ്മൾ മെറ്റാഡേറ്റാനെ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫോർമേഷൻ, ഒരു ഡേറ്റയെ കുറിച്ച് അറിയാൻ പോവാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാഡേറ്റ അധികമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത്? സ്ക്രിപ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ലോഗിൻ പേജ് കാണുമ്പോൾ ആ ലോഗിൻ പേജിൽ ലോഗിൻ എന്ന് പറയുന്ന ആ ബട്ടൺ, അല്ല ലോഗിൻ എന്ന ബട്ടൺ മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ എടുക്കുന്ന ആക്ഷനെയാണ് HTML-ൽ ആ എടുക്കുന്ന ആക്ഷനെയാണ് നമ്മൾ സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ജാവാ സ്ക്രിപ്റ്റ് ആണ് പൊതുവെ നമ്മൾ എല്ലാ HTML ടാഗിലും യൂസ് ചെയ്യുക. HTML ടാഗിൽ മാത്രമല്ല എല്ലാ പ്രോഗ്രാംസിലും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ജാവാ സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും. ഇവിടെയും എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇവിടെ ഞാൻ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സ്റ്റൈൽ എന്ന് പറയുന്നത്? നമുക്കൊരു ലോഗിൻ പേജ് കാണാം അല്ലേ? ആ ലോഗിൻ പേജ് കാണുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ChatGPT പോലത്തെ AI ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് കണ്ടെത്തുകയാണ്. പുള്ളി എങ്ങനെ കോഡ് തരുന്നത്? ഒരു യൂസർ നെയിമും കാണും, പാസ്വേഡും കാണും, പിന്നെ ഒരു ഗ്രീൻ കളറിലെ ബോക്സിനകത്ത് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടണും കാണും. ആ ലോഗിൻ പേജ് കാണുമ്പോൾ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനൊന്നും തോന്നത്തില്ല. കാരണം കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ? ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്ന സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ. അത് സ്റ്റൈൽസ് എന്താ? അത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റാണ് നമ്മൾ പൊതുവെ എല്ലാ പ്രോഗ്രാംസിലും യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും ഏത് HTML ടാഗിലാണ് ഉൾപ്പെടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കിടക്കുന്നത് എന്താ? ഫസ്റ്റ് വൺ കിടക്കുന്നത് ബോഡി എന്നാണ് കിടക്കുന്നത്. ബോഡി എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് പൊതുവെ കാണാൻ സാധിക്കുന്ന എല്ലാ ഡേറ്റാസും എന്തിനുള്ളിലായിരിക്കും? ബോഡിക്കുള്ളിലായിരിക്കും വരുന്നത്. യൂസേഴ്സിന് കാണാൻ സാധിക്കുന്ന എല്ലാ ഡേറ്റാസും കാണുന്നത് ബോഡിക്കുള്ളിലായിരിക്കും. ബോഡിക്കുള്ളിൽ ഒരിക്കലും എന്ത് വരില്ല? മെറ്റാഡാറ്റയും സ്ക്രിപ്റ്റുകളും HTML ടാഗുകളും വരത്തില്ല. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? HTML ആണ് അല്ലേ? HTML ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളൊരു HTML-ന്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തിലായിരിക്കും തുടങ്ങുന്നത്? HTML എന്ന് പറയുന്ന ആ ടാഗിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. HTML എന്ന് പറയുന്ന ആ ഒരു ടാഗിനുള്ളിൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതായത് ഇപ്പോൾ ഞാനൊരു HTML-ലെ പ്രോഗ്രാം എഴുതുകയാണ്. HTML-ലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു സ്റ്റാർട്ടിങ്ങും ഉണ്ടായിരിക്കണം, ഒരു എൻഡിങ്ങും ഉണ്ടായിരിക്കണം. / വെച്ച് നമ്മളൊരു എൻഡിങ്ങും ഉണ്ടായിരിക്കണം. HTML-ൽ പറയുന്ന വേറൊരു പേരാണ് റൂട്ട് ടാഗ് എന്ന്.
ഓക്കെ, ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. റൂട്ട് ടാഗ് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? HTML തന്നെയാണ്. HTML വിളിക്കുന്ന മറ്റൊരു പേരാണ് റൂട്ട് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന HTML ടാഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും HTML ടാഗിനകത്തും എന്ത് വരില്ല? കാസ്കേഡിങ് മെറ്റാഡേറ്റയോ സ്ക്രിപ്റ്റുകളോ സ്റ്റൈലുകളോ വരത്തില്ല. അടുത്തത് ടൈറ്റിൽ ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലേ HTML തുടങ്ങുമ്പോൾ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും വരും. ബോഡി വരും. ബോഡിക്കുള്ളിലായിരിക്കും എന്ത് വരുന്നത്? ടൈറ്റിൽ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ടൈറ്റിൽ വരുമ്പോൾ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, നമ്മളൊരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തു, നമ്മളത് ലോഗിൻ ചെയ്തു, അതിനുശേഷം വെൽക്കം എന്ന് പറയുന്ന ഒരു ഹെഡിങ് കണ്ടു. ആ വെൽക്കം എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും വരുന്നത്? ടൈറ്റിനുള്ളിലായിരിക്കും വരുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗിനുള്ളിലായിരിക്കും എന്ത് വരുന്നത്? വെൽക്കം എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത്. ഓക്കെ, അപ്പൊ വെൽക്കത്തിനകത്ത് നമുക്ക് വരുമോ മെറ്റാഡേറ്റയും സ്ക്രിപ്റ്റുകളും സ്റ്റൈലുകളും ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗിനുള്ളിൽ വരുമോ? ഒരിക്കലും വരില്ല അല്ലേ. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഹെഡ് എന്ന് പറയുന്ന ടാഗ്. അതെ, ഹെഡ് എന്ന് പറയുന്ന ടാഗിനുള്ളിലാണ് എന്ത് വരുന്നത്? മെറ്റാഡേറ്റയും സ്ക്രിപ്റ്റുകളും നമുക്ക് ചെയ്യാനുള്ള സ്റ്റൈലുകളും എല്ലാം വരുന്നത് ഹെഡ് എന്ന് പറയുന്ന ടാഗിനുള്ളിലായിരിക്കും. ഓക്കെ അല്ലേ? നോക്കിക്കേ, ഹെഡ് എന്ന് പറയുന്നത് എന്താ? വെബ് പേജിന്റെ പ്രധാന വിവരങ്ങളും മെറ്റാഡാറ്റ, സ്ക്രിപ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റൈലുകളും ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? HTML ടാഗിൽ ഹെഡിനുള്ളിലായിരിക്കും. ഹെഡ് എന്ന് പറയുന്ന ടാഗിനുള്ളിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ബോഡിക്കുള്ളിൽ എന്താണെന്ന് പറയുന്നത്? യൂസർ ഉപയോഗിക്കുന്ന വെബ് പേജിൽ നേരിട്ട് കാണാൻ കഴിയുന്ന എല്ലാ ഉള്ളടക്കങ്ങളും കണ്ടന്റുകൾ എല്ലാം അടങ്ങിയിരിക്കുന്നത് എന്തിലായിരിക്കും? ബോഡിക്കുള്ളിലായിരിക്കും. അപ്പൊ എന്തിലായിരിക്കും? HTML ഞാനൊരു ഡോക്യുമെന്റിന്റെ തുടക്കം, നമ്മളൊരു HTML പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ തുടക്കവും ഒടുക്കവും സൂചിപ്പിക്കുന്ന പ്രധാന ടാഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും? HTML ടാഗ് ആയിരിക്കും. അതുപോലെ തന്നെ ടൈറ്റിൽ എന്തിനായിരുന്നു? വെബ് പേജിന്റെ പേര്. ഒരു ബ്രൗസറിൽ കാണിക്കുമ്പോൾ വെൽക്കം അനു അല്ലെങ്കിൽ വെൽക്കം കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് കാണിക്കില്ലേ? അങ്ങനത്തുള്ള പേരുകൾ, വെബ് പേജിന്റെ പേര് ബ്രൗസറിൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് ഏതായിരിക്കും? ടൈറ്റിൽ ആയിരിക്കും. ടൈറ്റിൽ വരുന്നത് ഇതിനുള്ള ഹെഡിനുള്ളിലായിരിക്കും ടൈറ്റിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ മാത്രം പഠിച്ചു പോകാണ്ട് ഓപ്ഷനും തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതും കൂടെ മനസ്സിലാക്കി പഠിച്ചു പോകുക. എന്നാലേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കതിനെ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. IT ആക്ടിലെ 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതെന്നാണ്. അതായത് സൈബർ ടെററിസത്തിനുള്ള ശിക്ഷ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈബർ ടെററിസം ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടോ ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ടോ നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റുകളോ എല്ലാം ഹാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ ടെററിസം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെററിസത്തിനെതിരെയുള്ള ആ ഒരു ക്രൈമിനെതിരെയുള്ള ശിക്ഷാ രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? 45F, അതായത് സെക്ഷൻ 45F എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? സെക്ഷൻ 45F എന്ന് ഉദ്ദേശിക്കുന്നത് സൈബർ ഭീകരത IT ആക്ടിൽ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടേണ്ട അത് നൽകാൻ വേണ്ടി ഉത്തരവിടുന്നുള്ള അധികാരത്തിനെയാണ്, അതായത് അഡ്ജസ്റ്റിംഗ് ഓഫറിന് വേണ്ടിയിട്ടാണ് സെക്ഷൻ 45F എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുള്ള നിയമങ്ങളും കുറിച്ച് പറയുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 45F എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? സെക്ഷൻ 66F. അതായത് നമുക്ക് അതിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഫിയർ. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളും, സെക്ഷൻ 66Bയും സെക്ഷൻ 66F എന്നും പറയുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും എല്ലാവർക്കും പൊതുവെ കൺഫ്യൂഷൻ ആയി വരുന്ന ഒരു കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യം. കാരണം രണ്ടിലും 66 എന്നാണ് കിടക്കുന്നതല്ലേ. പക്ഷെ എന്താ വ്യത്യാസമുണ്ട്? ഇവിടെ B എന്നാണെങ്കിൽ ഇവിടെ F എന്ന്. അപ്പോൾ നമ്മൾ ഓർക്കും അങ്ങനെയാണെങ്കിൽ 45നകത്ത് F ഉണ്ടല്ലോ, അപ്പോൾ അതായിരിക്കില്ലേ ആൻസർ എന്ന്. കാരണം 66Fനകത്ത് വരുന്ന കാര്യം എന്തുകൊണ്ടാണ്? സൈബർ ടെററിസത്തിനെതിരുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 66Fലാണ്. അതായത് നമ്മുടെ ബാങ്കിനോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പോലെയുള്ള വെബ്സൈറ്റുകളോ ഹാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള ശിക്ഷ നടപടിക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 66F എന്ന് പറയുന്ന സെക്ഷൻ യൂസ് ചെയ്യുന്നത്. സെക്ഷൻ 66B ഏതായിരുന്നു? സെക്ഷൻ 66B എന്ന് ഉദ്ദേശിക്കുന്നത് മോഷ്ടിച്ചുകൊണ്ട് വന്ന, ഇപ്പം ഞാനൊരു കമ്പ്യൂട്ടർ മോഷ്ടിച്ചുകൊണ്ട് വന്ന കമ്പ്യൂട്ടർ ആണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള നടപടി എടുക്കാനുള്ള ശിക്ഷാരീതിയാണ് എന്ത്? സെക്ഷൻ 66B എന്ന് പറയുന്നത്. അടുത്ത എന്താ? സെക്ഷൻ 67B, അതായത് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നടപടി എടുക്കുന്നതിനാണ് സെക്ഷൻ 67B എന്ന് പറയുന്നത്. ഓക്കെ, പലർക്കും സെക്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും കാണാതെ പഠിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം പഠിക്കാൻ പോവുക. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ,
നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോഗ്രാമിൽ ഒരു വേരിയബിളിന്റെ ഉപയോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോഗ്രാമിൽ ഒരു വേരിയബിളിന്റെ ഉപയോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നേ എന്താണ് വേരിയബിൾ എന്ന് അറിഞ്ഞിരിക്കണം. വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു കണ്ടെയ്നർ പോലെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഒരു കണ്ടെയ്നർ പോലെയാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് കരുതുക. ആ വേരിയബിളിനകത്ത് ഞാൻ 10 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഈക്വൽ ടു അല്ല, അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണല്ലേ ഈക്വൽ ടു ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. 10 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ എ എന്ന് പറയുന്ന ഒരു ഡേറ്റയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഈ എ എന്ന് പറയുന്നത് എന്താ? ഈ എനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 4 കാര്യത്തിൽ എന്താണ് വേരിയബിളിന്റെ ഉപയോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ കണ്ടിരിക്കുന്നത്? പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയുന്ന ഡേറ്റ സംഭരിക്കുന്നതിന് ആണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. കറക്റ്റ് ആൻസർ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഡേറ്റാനെ നമുക്ക് മാറ്റാൻ സാധിക്കും. എ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 20 ആക്കാൻ സാധിക്കും. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് ഒരു ഡേറ്റാനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായുള്ള കാര്യം എന്ത് തന്നെയാണ്? വേരിയബിൾ തന്നെയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയുന്ന ഡേറ്റ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്ത്? വേരിയബിൾ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയാത്ത ഡേറ്റ സംഭരിക്കുന്നതിനായിരിക്കും. ഓക്കെ, അത് ചെറിയൊരു കൺഫ്യൂഷൻ വരും അല്ലേ. മാറ്റാൻ കഴിയുന്നതാണോ ഇവിടെ പറയുന്നത്? മാറ്റാൻ കഴിയാത്തതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? നമുക്ക് ഒരു ഡേറ്റ എക്സിക്യൂഷൻ സമയത്ത് ഒരു ഡേറ്റാനെ മാറ്റാൻ കഴിയുന്നില്ല, അത് ഫിക്സഡ് ആണെങ്കിൽ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വേരിയബിൾ ആണെങ്കിൽ രണ്ടാമത്തിൽ പറയുന്നത് കോൺസ്റ്റന്റിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ഒരു ചോദ്യത്തിൽ തന്നെ 2 ആൻസർ പഠിക്കാൻ പറ്റിയല്ലേ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കോൺസ്റ്റന്റ് പ്രോഗ്രാമിൽ ഒരു കോൺസ്റ്റന്റിന്റെ ഉപയോഗം എന്നാണ് ചോദിച്ചാൽ എന്താ? രണ്ടാമത്തെ ആൻസർ ആയിരിക്കും. പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയാത്ത ഡേറ്റ സംഭരിക്കുന്നതിന് എന്തായിരിക്കും? കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഡേറ്റ ആയിരിക്കും. അവിടെ ഫിക്സഡ് ആയിരിക്കും. ഒരു ഡേറ്റാനെ എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ വേരിയബിളിന് ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എക്സിക്യൂഷന്റെ സമയത്തും മാറ്റാൻ സാധിക്കും. അടുത്തത് എന്താ? ഗണിതശാസ്ത്ര കണക്ക് കൂട്ടലുകൾ നടത്താൻ വേണ്ടിയിട്ട്. അതല്ലേ, നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ ഉപയോഗിച്ച് ഗണിതശാസ്ത്രം നടത്താൻ, ഒരു കാൽക്കുലേഷൻസ് നടത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ a ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു, b ഈക്വൽ ടു 20 എന്നും പറഞ്ഞു. ലാസ്റ്റ് ഞാൻ എന്താ? ടോട്ടൽ ഈക്വൽ ടു a പ്ലസ് b എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ടോട്ടൽ എന്ന് പറഞ്ഞു കൊടുത്തു. പ്രിന്റ് ടോട്ടൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. എ എന്ന് പറയുന്ന ഒരു ഡേറ്റനെ 10 എന്ന് പറയുന്ന ഒരു ഡേറ്റനെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. 20 എന്ന് പറയുന്ന ഒരു ഡേറ്റനെ ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തിട്ട് എ പ്ലസ് ബി എന്ന് കൊടുത്തു. ഇവിടെ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് വന്നിരിക്കുന്നത്. എന്താ? പ്ലസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നൊക്കെ പറയുമ്പോൾ അത് അസൈൻമെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ? ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് കേട്ടോ. ഇവിടെ അസൈൻമെന്റ് അല്ല, ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? എനെയും ബിനെയും ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 30 എന്ന് പറയുന്നത് നമുക്കൊരു ആൻസർ കിട്ടി. ഈ 30നെ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു പ്രിന്റ് ടോട്ടൽ എന്ന് കാണിക്കുമ്പോൾ ഈ ടോട്ടലിനകത്ത് ഇപ്പൊ എന്താ ഉള്ളത്? ചുമ്മാ ടോട്ടൽ എന്ന് മാത്രം പ്രിന്റ് ചെയ്ത് ഔട്ട്പുട്ട് കാണുമോ? ഇല്ല അല്ലെ. ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടുന്നേ? 30 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഗണിതശാസ്ത്ര കണക്ക് കൂട്ടലിനും, അതായത് ഒരു കാൽക്കുലേഷൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ വേരിയബിളിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഓർത്തു വെക്കുക. അടുത്ത എന്താ? സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? പ്രിന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ. പ്രിന്റ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വേരിയബിൾ എന്ന് പറയുന്ന ഡേറ്റ യൂസ് ചെയ്യില്ല. ഓക്കെ അല്ലേ? ഇത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഓപ്ഷനിലാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മളിത് പറയുന്നില്ല. എങ്കിലും ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് തന്നെ നോക്കി പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം. ഇപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് കണ്ടാൽ അറിയാം, കുറെ ക്വസ്റ്റ്യൻസിനകത്ത് സെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കാണാതെ പഠിക്കാതെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരു സ്റ്റോറി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് വരെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെക്ഷൻസ് അറിഞ്ഞിരിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതും റിലേറ്റഡ് ആയിട്ട് തന്നെ ആ
സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോകാം അല്ലെ. ഫസ്റ്റ് എന്താ കിടക്കുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ഹാക്കിംഗ് എന്നാണ് കിടക്കുന്നത്. ഹാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം ഞാൻ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി കയറുകയാണ് അതിനിടയിൽ. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഡേറ്റാസും ഇൻഫോർമേഷൻസും ഡോക്യുമെന്റ്സ് ഒക്കെ സ്റ്റീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു ക്രൈമാണ് അല്ലെ. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമാണ്. ആ ക്രൈമിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ, സ്റ്റീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ക്രൈമിനെ പറയുന്ന പേരാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതൊരിക്കലും സെക്ഷൻ 66A എന്ന് പറയുന്ന സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ അല്ല. അടുത്തത് എന്താ? സെക്ഷൻ, അതായത് അടുത്ത ഓപ്ഷൻ എന്താ? ബി, അതായത് ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കാൻ. അതെയല്ലേ സെക്ഷൻ 66A എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. നമുക്ക് ആശയവിനിമയ സേവനങ്ങളിലൂടെ, നമുക്കിപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരാണ്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്. ആ ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ആശയവിനിമയ സേവനങ്ങളിൽ നമുക്ക് അപമാനകരമായിട്ടുള്ള, നമുക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റുകളോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ അയക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള നടപടി എടുക്കാനുള്ള ശിക്ഷാരീതിയാണ് സെക്ഷൻ 66A പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആശയവിനിമയ സേവനങ്ങളുടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കാൻ എന്ന കുറ്റകൃത്യത്തിനെതിരെയുള്ള ശിക്ഷാരീതിയാണിത് സെക്ഷൻ 66A എന്ന് പറയുന്നത്. അടുത്ത എന്താ? ഓപ്ഷൻ സി, അതായത് കമ്പ്യൂട്ടർ സ്രോതസ് ഡോക്യുമെന്റുകൾ തിരുത്താൻ. അതായത് ഞാനിപ്പോൾ ഒരു ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ഡേറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഡേറ്റയുടെ ഇൻഫോർമേഷൻസ് ഒക്കെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സെക്ഷൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്കൊരു കമ്പ്യൂട്ടറിൽ നമുക്കൊരു ഡോക്യുമെന്റുകളോ എന്തെങ്കിലും ഒരു ഫയലുകളോ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നമുക്ക് സെക്ഷൻസ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് സി ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. അടുത്ത എന്താ? തിരിച്ചറിയൽ മോഷണം, അതായത് ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് പറയും. അതായത് ഈ താഴെ നമുക്ക് എയും ഡി എന്ന് പറഞ്ഞാൽ രണ്ട് ക്രൈംസ് ആണ്. ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പോലെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ രീതിയിൽ ഒരു ലോൺ എടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇപ്പം ഞാനൊരു ബാങ്ക് ലോൺ എടുക്കാൻ പോകണം, എൻ്റെ പാസ്വേഡും എൻ്റെ ഒരു നമ്മുടെ പാസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ അതെന്താ? നമ്മുടെ ഐഡന്റിറ്റിനെയാണ് തിഫ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് മോഷണം നടത്തുകയാണെങ്കിൽ ആ ഒരു ക്രൈമിനെ പറയുന്ന പേരാണ് എന്താ? ഐഡന്റിറ്റി തിഫ്റ്റ് അഥവാ തിരിച്ചറിയൽ മോഷണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേ, എന്താണ്? കമ്പ്യൂട്ടറോ ഫോണോ വഴി അപകീർത്തികരമായ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ സന്ദേശങ്ങൾ അയക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വകുപ്പാണ് എന്ത്? സെക്ഷൻ 66A എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സെക്ഷൻ 66A എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓർത്തിരുന്നാൽ മതി. നമുക്ക് ജസ്റ്റ് നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ എന്താ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരാണ്. അതുവഴി നമ്മളൊരു റീല് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമന്റ് വന്ന് നമുക്ക് സഹിക്കുമോ? അതുപോലെ തന്നെ ഒരു സെക്ഷൻ, അത് അങ്ങനത്തുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നതാണ്? സെക്ഷൻ ഓപ്ഷൻ ബി, അതായത് കമ്പ്യൂട്ടറോ ഫോണോ വഴി അപകീർത്തികരമായ ഭീഷണിപ്പെടുത്തുന്ന രീതികളോ സന്ദേശങ്ങൾ അയക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാരീതിയാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. അടുത്തത് എന്താ? ഹാക്കിംഗ് എന്താണെന്ന് നമ്മൾ അനുവാദമില്ലാതെ തന്നെ നമ്മുടെ ഡേറ്റയിലേക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഡേറ്റാസ് സ്റ്റീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ക്രൈമിനെ പറയുന്ന പേരാണ് എന്ത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടർ സ്രോതസ്സുകളും ഡോക്യുമെന്റുകളും തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സുകളോ നമുക്ക് ഡേറ്റാസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫയൽസ് ഉണ്ടെങ്കിലോ അതിലെന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചുകളോ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സെക്ഷൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തിരിക്കില്ല? ഓപ്ഷൻ സിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്ത എന്താ? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തിഫ്റ്റ്. നമ്മുടെ ഒപ്പുകളോ നമ്മളൊരു ബാങ്ക് ലോൺ എടുക്കാൻ പോകണം, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഒപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ ആ ഒരു ക്രൈമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഐഡന്റിറ്റി തിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ക്ലൗഡ് സർവീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ക്ലൗഡ് സർവീസ്. അപ്പൊ എന്താ ഈ ക്ലൗഡ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ആദ്യം അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൽ ചില വാക്കുകളൊന്നും ചിലർക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല അല്ലെ. ബിഗിനേഴ്സിന് നമുക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല എന്താണ് ഈ ക്ലൗഡ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലൗഡ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാൻ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. നമ്മൾ
ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ ഫയൽസോ അല്ലെങ്കിൽ ഫോട്ടോസോ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് എന്തിലായിരിക്കും? ഗൂഗിൾ ഡ്രൈവിലായിരിക്കും പോകുന്നത്. അപ്പൊ ഗൂഗിൾ ഡ്രൈവ് എന്തിന് എക്സാമ്പിൾ ആ? ഒരു ക്ലൗഡ് സർവീസിന് എക്സാമ്പിൾ ആണ്, ഓർത്തു വെക്കുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ അത് ഏതൊക്കെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള ഒരു ഗൂഗിൾ ക്ലൗഡ് സർവീസ് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ട ഗൂഗിൾ, അതല്ലേ നമ്മൾ വിചാരിക്കും ഗൂഗിൾ ആയിരിക്കും. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ക്ലൗഡ് സർവീസ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു, ഗൂഗിൾ ഡ്രൈവോ എന്താ എക്സാമ്പിൾ ആ ഗൂഗിളിന് എക്സാമ്പിൾ ആണ്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ക്ലൗഡ് സർവീസ് ആയിട്ട് വരുമോ? ഒരിക്കലും വരില്ല ഗൂഗിൾ എന്ന് പറയുന്നത്. അടുത്തത് ആമസോൺ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലൗഡ് സർവീസ് തന്നെയാണ് ആമസോൺ എന്ന് പറഞ്ഞാൽ. ആമസോൺ വെബ് സർവീസിന്റെ കീഴിൽ വരുന്നതാണ് ആമസോൺ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ക്ലൗഡ് സർവീസ് അല്ല അതായത് ആമസോൺ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലൗഡ് സർവീസ് തന്നെയാണ്, പക്ഷെ അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലല്ല വരുന്നത്. അടുത്ത ആപ്പിൾ. അതായത് ആപ്പിൾ എന്ന് പറഞ്ഞാലും തന്നെയാണ് ഒരു ക്ലൗഡ് സർവീസ് തന്നെ. ഐഫോണോ അല്ലെങ്കിൽ മാക് ബുക്സോ പോലെയുള്ള എല്ലാ ക്ലൗഡ് സർവീസും വരുന്നത് ആപ്പിൾ എന്ന് പറയുന്ന ക്ലൗഡിന്റെ കീഴിൽ തന്നെ ആയിരിക്കും. പക്ഷെ അതും എന്തിന്റെ കീഴിലല്ല? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ എന്ത് വരില്ല? ഓപ്ഷൻ സിയും ആൻസർ ആയിട്ട് വരില്ല. നമ്മുടെ ആൻസർ എന്താണ്? NIC ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, എന്താ NIC എന്ന് ഉദ്ദേശിക്കുന്നത്? NIC ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ ഒരു IT സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ വികസിപ്പിച്ച ഒരു സർവീസ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ NIC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ക്ലൗഡ് സർവീസ് ആണ് NIC എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ എന്തായിരിക്കും ഗൂഗിൾ എന്ന് പറഞ്ഞാൽ? ഗൂഗിൾ ഡ്രൈവ് എക്സാമ്പിൾ ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ ചിലപ്പോൾ തിരിച്ചു വരാനും സാധ്യത ഉണ്ടായിരിക്കും. ക്ലൗഡ് സർവീസിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താ? ഗൂഗിൾ യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് നൽകുന്ന ഒരു സ്വകാര്യ അമേരിക്കൻ കമ്പനിയാണ് ഗൂഗിൾ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസിന്റെ കീഴിൽ വരുന്നത്. അടുത്തത് ആമസോൺ. അതായത് ആമസോൺ വെബ് സർവീസ് നൽകുന്ന ഒരു സ്വകാര്യ അന്താരാഷ്ട്ര കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസ്. അടുത്തത് ആപ്പിൾ iCloud സർവീസ് നൽകുന്ന ഒരു സ്വകാര്യ മൊബൈൽ അല്ലെങ്കിൽ ടെക് കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? ആപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. നമ്മൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു സെക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ITAT സെക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കഴിവതും സ്റ്റേറ്റ്മെന്റ്സ് നല്ല ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഓപ്ഷനിലേക്ക് പോകുക. നമ്മൾ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റിനുള്ള ആൻസർ തന്നെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് വളരെയധികം നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചത്? നമ്മൾ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രോഗ്രാംസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു ഇമെയിൽ റിലേറ്റഡ് ആയിരുന്നു. ചോദ്യത്തിൽ എന്തായിരുന്നു പ്രത്യേകത? ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് വന്നതല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അത് നന്നായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ LDC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി CC കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ CCയിൽ പുതിയ ബാച്ച് LDCയുടെ പുതിയ ബാച്ച് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള നിർദ്ദേശങ്ങൾ അറിയാനായി നമ്മുടെ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ CC എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.